ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലേറ്റാവും, കാരണം എനിക്കൊരു കല്യാണം കൂടലുണ്ടായിരുന്നു. അതിനൊക്കെ പോയി വന്നതിന് ശേഷമാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും വീഡിയോ മുടക്കണ്ടെന്ന് കരുതിയിട്ട് കുറച്ച് ടൈം പോയിരുന്നാലും നമ്മൾ സമയം തെറ്റി അപ്ലോഡ് ആക്കുകയാണ് കേട്ടോ. എത്തിയാലെത്തി എന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ ഈ വീഡിയോ യൂട്യൂബ് കൂടുതൽ ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. ടൈം മാറിക്കഴിഞ്ഞാൽ വലിയ പാടാണ് കേട്ടോ യൂട്യൂബ് വീഡിയോ ഓടിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് വീഡിയോ അപ്ലോഡ് ആക്കുന്നതാണ്, ഒരു വാശിക്ക് തന്നെ. രാവിലെ ഞാൻ എണീറ്റിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഒരു 10:30 ആകുമ്പം പോകണം കേട്ടോ. കല്യാണം എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മോക്കുള്ള കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഞാനും പാത്തുക്കുട്ടിയും കൂടെയാണ് പോകുന്നത്. പാത്തുവിനെ കൊണ്ടുപോകണ്ടെന്ന് വെച്ചതാണ്, കാരണം പനിയൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ ആൾ വളരെ ആശിച്ചിരിക്കുകയാണ് കല്യാണത്തിന് വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു കൊണ്ടുപോകാം. അപ്പോൾ കാറ്റടിയൊന്നും കൊള്ളാതിരിക്കാനായിട്ടോ കൊണ്ടുപോകണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എന്തായാലും വല്ലപ്പോഴും കിട്ടുന്ന കല്യാണമാണല്ലോ, അത് മിസ്സാക്കണ്ടെന്ന് കരുതിയിട്ട് അവളെയും കൂടെ കൂട്ടുന്നുണ്ട്. അപ്പോൾ വാപ്പുമ്മ വരുന്നെന്നും ആദ്യം പറഞ്ഞതാണ്, പിന്നെ അമ്മ വരുന്നില്ലെന്നങ്ങ് മാറ്റി കേട്ടോ. അപ്പോൾ രാവിലെ വാപ്പ പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, ചെറിയ ചൂരക്കുട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെള്ളമൊക്കെ ഒഴിച്ച് ഇടുന്നുണ്ട്. പിന്നെ രാവിലെ കാപ്പിക്ക് ഉണ്ടാക്കുന്നത് ഇഡ്ഡലി ആയിരുന്നു. പിന്നെ സാമ്പാർ, ഉള്ളി സാമ്പാറായിരുന്നു കേട്ടോ. നമ്മൾ തക്കാളിയും കൊച്ചുള്ളിയും മാത്രം പരിപ്പും കൂടി ഇട്ട് മാത്രം വെക്കുന്ന സാമ്പാറുണ്ടല്ലോ, അതായിരുന്നേ. അപ്പോൾ അതൊക്കെ ഞാനിവിടെ രാവിലെ തന്നെ അങ്ങ് റെഡിയാക്കി വാപ്പുമ്മാക്കും കൊച്ചിനും വാപ്പാക്കും ഒക്കെ ആയിട്ട് കാപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ തന്നെ അങ്ങ് മീൻ കറി വെക്കാമല്ലോ, വെച്ചിട്ട് പോകുന്ന ആട്ടോ എനിക്ക് എളുപ്പം. കാരണം വാപ്പുമ്മാക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നടുവേദനയൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാം ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ എന്തായാലും മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, മീനൊക്കെ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കത്തില്ലേ, തേങ്ങ വറുക്കാതെ വെക്കുന്നതിന് നമ്മൾ ഈ മുളക് പൊടിയും പൊടികളെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും ആ വറുത്തരച്ചതിൻ്റെ അതേ ടേസ്റ്റ് വരും. നമ്മൾ തേങ്ങ വറുത്തരച്ച് വെക്കത്തില്ലേ, അതേ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ അകത്ത് കുറച്ച് പെരുംജീരകവും കൂടെ ഞാൻ ഇടും കേട്ടോ. ഉമ്മ അങ്ങനെ ഇടുന്നത് കണ്ടിട്ടുണ്ട്. നല്ല മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും പെരുംജീരകം ഇടുമ്പോൾ. ചില ആളുകൾക്ക് ഇഷ്ടമല്ല. ഞാൻ തുടക്കത്തിലൊക്കെ വീഡിയോയിൽ പെരുംജീരകം ഇട്ട് ഇതുപോലെ ഞാൻ ചെയ്യുമ്പോഴത്തേക്കും അതിൽ കമൻറ്റ് വരുമായിരുന്നു കേട്ടോ, മീൻ കറിയിൽ ഇങ്ങനെ പെരുംജീരകമൊന്നും ആരും ചേർക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ ഉമ്മ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. ചില ആളുകൾക്ക് ഇഷ്ടമാണല്ലേ അങ്ങനെ ചെയ്യുന്നത്. ഓരോ ടേസ്റ്റ് വ്യത്യാസം കാണുമല്ലോ ഓരോ കറിക്കും. അപ്പോൾ എന്തായാലും എനിക്കതൊക്കെ വലിയ ഇഷ്ടമാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് പെരുംജീരകവും 2 കുരുമുളകും ഒക്കെ ഇട്ട് പച്ച ഉലുവയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പച്ച ഉലുവ എന്ന് പറയുമ്പോൾ മൂപ്പിച്ച ഉലുവ ഇരിപ്പില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ എണ്ണയ്ക്കകത്ത് ആദ്യം തന്നെ കുറച്ച് ഉലുവ അങ്ങ് മൂപ്പിച്ചെടുത്തു. അതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ച് അത് തേങ്ങയൊക്കെ അരപ്പൊക്കെ അരയ്ക്കാൻ വേണ്ടി തേങ്ങ അവിടെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുപ്പൊന്ന് ഒഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുറച്ച് മീൻ കഷ്ണം എടുത്തിട്ട് അത് വറുക്കാൻ വേണ്ടി പൊടികളൊക്കെ ഒന്ന് തിരുമ്മി അതിൽ കണക്ക് മുട്ടയുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതും കൂടെ ഇങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ അരപ്പ് അവിടെ റെഡിയാക്കാൻ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ വാഴക്കൂമ്പ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. 2-3 കൊല ഇവിടെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ കൊലകളാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ ഒരു കൂമ്പും കൂടെ നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട്. അതെടുത്ത് തോരനും കൂടെ വെക്കാം. പിന്നെ മീനിൻ്റെ ഒരു വശമൊക്കെ അങ്ങോട്ട് ആയിട്ടുണ്ട്. മറുവശത്തോട്ടങ്ങ് മറിച്ചിട്ട് കൊടുക്കുകയാണേ. മഴയുടെ ഒരു ലക്ഷണവും ഇല്ല. എന്തൊരു ചൂടാണെന്നറിയാവോ. ശരിക്കും പറഞ്ഞാൽ ഈ വർഷം മഴ ഇങ്ങനെ പെയ്യാതെ നിന്നാൽ നമ്മുടെ കിണറിലെ വെള്ളമൊക്കെ പെട്ടെന്ന് അങ്ങ് വറ്റി പോകും കേട്ടോ. ലൈൻ പൈപ്പിൽ ഇപ്പം ഉണക്ക സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്, വല്ലപ്പോഴൊക്കെ വെള്ളം കിട്ടാറുള്ളൂ. ഓർക്കുമ്പം തന്നെ ഞങ്ങൾക്ക് പേടിയാണ് കേട്ടോ. വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ എന്തായാലും അപ്പം മോട്ടർ അങ്ങനെ അധികം ഇടാറൊന്നുമില്ല. നമ്മൾ കഷ്ടിച്ചിങ്ങനെ പിടിച്ചാണ് നമ്മൾ വെള്ളമൊക്കെ ഇപ്പം ചിലവഴിക്കുന്നത്. കാരണം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല മുട്ടം പണി കിട്ടും. വെള്ളത്തിന് ഭയങ്കര ക്ഷാമമുള്ള ഏരിയയാണ് കേട്ടോ ഞങ്ങൾക്ക്. പഞ്ചായത്തിൽ നിന്നൊന്നും ഞങ്ങൾക്ക് വെള്ളം കിട്ടത്തൊന്നുമില്ല. അപ്പം വെള്ളത്തിൻ്റെ ക്ഷാമം വന്നാൽ അറിയാമല്ലോ. അപ്പോൾ അത്രയ്ക്ക് നല്ല ചൂടാണിപ്പോൾ. മഴ പെയ്യേണ്ട ടൈമാണല്ലേ, പെരുമഴ പെയ്യേണ്ട ടൈമിനാണ് ഈ ഒരു കൊടും ചൂട്. അപ്പോൾ എന്തായാലും തേങ്ങയുടെ അരപ്പൊക്കെ ഞാനിവിടെ അരച്ചെടുത്തു. മീൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ അരപ്പൊക്കെ ചട്ടിക്കകത്തോട്ട് പാർന്നൊഴിക്കുന്നുണ്ട്. ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകില്ലായിരുന്നു കേട്ടോ, കുറച്ച് കാന്താരി ഇട്ടിട്ടുണ്ട്. പണ്ടാണെങ്കിൽ നിറയെ കാന്താരി ഉണ്ടായിരുന്നു, നമ്മുടെ അയ്യം നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. അത് പാൽമുളകുണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരെണ്ണം മരുന്നിന് പോലും കാണാനില്ല. ഉള്ളതെല്ലാം നമ്മൾ തപ്പി പിടിച്ചെടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ ഓരോ ചെറിയ കവറിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്.
അങ്ങനെ എന്തായാലും ദേ കറിയൊക്കെ കലക്കി മീനൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വാപ്പുമ്മ ഇത് നമ്മുടെ ആ ഒരു വാഴച്ചുണ്ടുണ്ടല്ലോ, വാഴക്കൂമ്പ്, അതിൻ്റെ പോള കുറച്ചധികം പോള എടുത്ത് കളഞ്ഞു കേട്ടോ. ഞാനാണെങ്കിൽ നല്ലതുപോലെ കളയും, വാപ്പുമ്മ അത്രയും നല്ലതുപോലെ കളഞ്ഞിട്ടില്ല. അമ്മ പറഞ്ഞു അങ്ങനെ കളയേണ്ട ആവശ്യമില്ല, അതാണ് ഈ ചിരിക്കുന്നതേ, വേറൊന്നുമല്ല. പിന്നെ അങ്ങനെ കളയണ്ട, കുറച്ച് പോള അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു 5-6 പോള ഞങ്ങൾ കളഞ്ഞു, ബാക്കിയൊക്കെ വാപ്പുമ്മ ഇങ്ങനെ അരിഞ്ഞ് തരികയാണ് കേട്ടോ. വാപ്പുമ്മക്ക് ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അങ്ങനെ എന്തായാലും അതൊക്കെ ഒന്ന് അരിഞ്ഞ് കിട്ടി. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അതൊക്കെ അനിയത്തി അങ്ങ് കഴുകി തന്നു കേട്ടോ. വലിയ പണിയൊന്നുമില്ല, അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ. അങ്ങനെ നമ്മൾ കൂമ്പ് തോരൻ വെക്കാൻ വേണ്ടി അതിൽ ഞാൻ 2 പെരുംജീരകം ഇട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതല്ല കേട്ടോ ഇട്ടിരിക്കുന്നത്. പെരുംജീരകവും വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, അത്രയും, പിന്നെ കുറച്ച് കാന്താരിമുളകും കൂടി ഇട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇന്നലെ കല്യാണത്തിന് വരുന്നെന്നും പറഞ്ഞ് എന്നെ കൊണ്ടൊരു മൈലാഞ്ചിയൊക്കെ മേടിപ്പിച്ച് അവൾ സ്വന്തമായിട്ട് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുത്തിക്കുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കിടക്കുന്ന ടൈമിന് എൻ്റെ കയ്യിൽ എൻ്റെ നഖത്തിലൊക്കെ ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിട്ട് എന്നെ കൈ വെച്ച് കൊടുത്തതാണ്. പക്ഷേ ആ കൈയുടെ അവിടെ ഇവിടെയൊക്കെ വെച്ച് തേച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് പോയി അങ്ങ് കഴുകി കളഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ അരിഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ വാഴക്കൂമ്പിൻ്റെ ആ ഒരു വലയുണ്ടല്ലോ, ഒരു വല കാണുമല്ലോ, അതൊക്കെ എണ്ണയിൽ തടവിയെടുത്ത് പിന്നെ നമുക്ക് ആ വലയൊക്കെ മാറ്റിയതേ അതിലേക്ക് അരപ്പൊക്കെ ഇട്ട് കൊടുത്തു, ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടൊന്ന് തിരുമി എണ്ണയിൽ കടുക് താളിച്ച് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക, അങ്ങ് അടച്ച് വെച്ച് കൊടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അത് ആവിയിൽ കിടന്നിങ്ങനെ വെന്ത് കിട്ടിക്കോളും. അങ്ങനെ എല്ലാം ഒക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷമാണ് ഞാൻ കാപ്പിയൊക്കെ കുടിച്ചത്. കാപ്പിയൊക്കെ കുടിച്ചു, പിന്നെ കുളിച്ചൊരുങ്ങി കൊച്ചിനെയൊക്കെ ഒരുക്കി ഇതേ ഞങ്ങൾ ബസ് കാത്ത് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് താഴോട്ട് നടന്നിറങ്ങി പോകണം നമുക്ക് മെയിൻ റോഡിലെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ കുട എടുത്തതും ഇല്ല കേട്ടോ, നല്ല വെയിലായിരുന്നു, കണ്ടില്ലേ, നല്ല പൊരി വെയിലാണ്. അങ്ങനെ പോയി നിന്നു. ശരിക്കും പറഞ്ഞാൽ പാത്തുവിനെയും കൊണ്ട് ഇപ്രാവശ്യം കല്യാണത്തിന് പോയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. മറ്റൊന്നുമല്ല, ഒന്നാമത് ചുമയും കഫക്കെട്ടും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. ഞാൻ ക്ലാസ് കൊടുത്താട്ടോ കൊണ്ടുപോയത്. അവിടെ ചെന്ന് വെൽക്കം ഡ്രിങ്ക് ഒന്നും എടുത്ത് കുടിക്കാനോ ഐസ്ക്രീമിന് വേണ്ടി കരയാനോ ഒന്നും നിൽക്കണ്ട എന്ന് ഇവിടുന്നേ ഞാൻ ക്ലാസ് കൊടുത്തിട്ട് ആളിനെ കൊണ്ടുപോയത്. എൻ്റെ പൊന്നെ, അവിടെ എങ്ങാനും പെട്ടുപോയി കഴിഞ്ഞാൽ തീർന്നു പിന്നെ. അങ്ങനെ എന്തായാലും ഇപ്രാവശ്യം ഞാൻ പറഞ്ഞത് എന്തോ നല്ലൊരു മൈൻഡ് ആയതുകൊണ്ട് അതൊക്കെ അങ്ങ് കേട്ട് ഒതുങ്ങി കൂടി എൻ്റെ അടുത്ത് നിന്ന്. പിന്നെ അവിടെ ചെന്ന് ഞാൻ അങ്ങനെയുള്ള വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. അവിടെ ഇങ്ങനെ എന്തോ പൊരിപ്പ് ഐറ്റംസും പലതരം കലക്ക വെള്ളവും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെന്താ ഈ ബോംബെ പൂടയോ എന്തോ സംഭവം ഇങ്ങനെ കറക്കി കറക്കി എടുക്കുന്നത്, പിന്നെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്നും അറിയാൻ വയ്യ. ഐസ്ക്രീമും അതും ഇത് ചപ്പുചവറും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു പോപ്കോണിൻ്റെ ഒരു പാക്കറ്റും കൊടുത്ത് ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് വലിച്ച് മേളിൽ കൊണ്ടങ്ങിരുത്തി. എൻ്റെ അനിയത്തി അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും നിൽക്കുന്നതല്ല, ഇന്നെന്തോ തോന്നി അവളെൻ്റെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ്. അവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് ഫോട്ടോ എടുക്കുന്ന തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. എന്നെയും വിളിച്ചു, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ സ്വയം ഇഷ്ടമാണ്. എനിക്കിങ്ങനെ വീഡിയോയിൽ പോയി നിന്ന് എന്നെ വീഡിയോയിൽ എടുക്കാൻ എനിക്കത്ര താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടി ഐശു കേട്ടോ, എൻ്റെ അനിയത്തിയുടെ ഇളയ മോളാണ് കേട്ടോ ഇവൾ. അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിലൊക്കെ വെച്ച് കണ്ടിട്ടേ ഉള്ളൂ, ഇങ്ങനെ പുറത്തിങ്ങനെ ഒരുങ്ങിക്കെട്ടിപ്പോയി അങ്ങനെയുള്ള കാഴ്ചയൊന്നും ഇല്ല കേട്ടോ. അവൾ അന്തം വിട്ട് നോക്കുകയാണ് ഇതെന്തോ സംഭവം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ കുറേ സമയം ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെ നിന്നു. അങ്ങനെ പിന്നെ പാത്തുവിനെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി ഒരു വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞാനിങ്ങ് താഴോട്ട് വന്ന് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നിനുമല്ല, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ആ സമയത്ത് നല്ല തിരക്കല്ലായിരുന്നു. അപ്പോൾ കല്യാണം നിക്കാഹിന് മുന്നേ ഞാൻ ഫുഡ് കഴിക്കാൻ എല്ലാവരും പോകുന്ന കണ്ടുകൊണ്ട് ഞാനും പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. പിന്നെന്താ നമ്മുടെ പോത്തായിരുന്നു, പോത്ത് ബിരിയാണി ആയിരുന്നു. അതും പിന്നെ ചിക്കൻ ഫ്രൈയും പപ്പടവും സാലഡും അച്ചാറും ഒക്കെ ആയിട്ട് നമ്മളങ്ങ് ഫുഡങ്ങ് കഴിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കല്യാണത്തിനൊന്നും ഞാൻ അങ്ങനെ പോയിട്ടില്ല കേട്ടോ. പോവാൻ ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് കല്യാണങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട്. മുന്നേ ആ ഒരു ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ കല്യാണങ്ങൾക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ഇവിടെ വന്നതിന് ശേഷം ഇത് 2ാമത്തെ കല്യാണം കൂടലാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് മേളിൽ കയറി വന്നതിന് ശേഷമാണ് പിന്നെ നിക്കാഹൊക്കെ കേട്ടോ. അപ്പോൾ ചെറുക്കൻ വന്നിട്ടുണ്ടായിരുന്നത് ഇതാണ്. നമ്മുടെ മൊബൈലിൽ അത്ര ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതാണ് കേട്ടോ. പിന്നെ ആണെങ്കിൽ മൊബൈലിൽ ഒട്ടും ചാർജ് ഇല്ലായിരുന്നേ. രാത്രിയിലൊക്കെയാണ്, ഇന്നലെയൊക്കെ ആണെങ്കിൽ പകലെല്ലാം കറണ്ട് പോക്കും ഒക്കെ ആയിരുന്നു. മൊബൈൽ ഒറ്റ ചാർജറേ ഉള്ളൂ.
പാപ്പ ചാർജിന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ചാർജ് കയറിയതിന് ശേഷമേ എനിക്ക് കുത്തിയിടാൻ പറ്റൂ. അങ്ങനെയൊക്കെയാണ്. പക്ഷേ എൻ്റെ മൊബൈൽ കുത്തിയിട്ട് അപ്പം ഗെയിം കളിക്കാനായിട്ട് കൊച്ചെടുക്കും. സ്കൂളിലൊന്നും പോകാതിരിക്കുന്നത് കൊണ്ട്. TV പന്നലാന്ന് ഞാൻ പറഞ്ഞില്ലേ, TV കേടായിട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഗെയിം കളിക്കാനൊക്കെ എടുക്കും. അങ്ങനെ ഇതിൽ ചാർജ് നിൽക്കത്തില്ല. അങ്ങനെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്. പിന്നെ ഉള്ളതിലൊക്കെ നമ്മൾ തട്ടിക്കൂട്ടി ഒരു വീഡിയോ അങ്ങോട്ട് സെറ്റ് ചെയ്തെടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും എല്ലാം ഇങ്ങനെയൊക്കെയാണ്. ഇന്നത്തെ വിശേഷമാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇന്ന് നാളെ ഇടാമെന്നൊക്കെ വിചാരിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെയും വീഡിയോ അപ്ലോഡ് ആക്കുന്ന കാര്യം മുടങ്ങിപ്പോകും. കുറേ പെൻഡിങ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അനലിറ്റിക്സൊക്കെ താഴോട്ടാണ്. നമ്മുടെ വാച്ച് അവറും വ്യൂസും എല്ലാം തകിടം മറിഞ്ഞ് കിടക്കുവാണ്. നമ്മൾ വീഡിയോ ഇടാതിരുന്നാൽ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും എല്ലാം ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നാളെ മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. പിന്നെ നിക്കാഹൊക്കെ കണ്ട് പെണ്ണിന് താലികെട്ടും കണ്ട് ഉടനെ തന്നെ ഞാൻ അനിയത്തിക്ക് ബൈയും പറഞ്ഞ് ഇറങ്ങി കേട്ടോ. അപ്പോൾ നാളെ വരാം. അസ്സലാമു അലൈക്കും. കിട്ടിയ വണ്ടി കയറി ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോന്നു.